ഇപ്പോൾ ഈ ഒരു വേനൽക്കാലത്തെ ചൂടുമായിട്ട് വരുന്ന ക്ഷീണം കൊണ്ട് മീൻസ് ആ ക്ഷീണത്തെ മനസ്സിലാക്കാൻ എന്തെങ്കിലും ടെസ്റ്റുകളോ അങ്ങനെ ഇപ്പോൾ ഈ അനീമിയ ഉള്ള പേഷ്യൻസിന് അധികമായിട്ട് വരുമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ക്ഷീണം, അധിക തലവേദന, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും നമുക്ക് ഇതിനെ മീൻസ് നോർമൽ ഇതിൽ ക്ഷീണം ബേസിക്കലി ഈ ക്ഷീണം എന്ന് പറയുന്നത് ഫെറ്റീഗ് എന്ന് പറയും, ഇംഗ്ലീഷിൽ ഫെറ്റീഗ് അല്ലെങ്കിൽ സിംറ്റം പറയുമ്പോൾ ഫെറ്റീഗ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും ക്ഷീണം പറയും. ഇപ്പോൾ മലപ്പുറത്താണ് ഈ കുഴച്ചിൽ എന്ന് പറയുന്ന ആൾക്കാർ, മനസ്സിലായി, ചിലർ ക്ഷീണം എന്ന് പറയും, ചിലർ തലകറക്കം എന്ന് പറയും, ഇങ്ങനെ പല പല ടേംസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ തന്നെ പറയുകയാണെങ്കിൽ ഇതൊരു നോൺ സ്പെസിഫിക് കംപ്ലയിൻറ്റ്. നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അവസ്മാരമുണ്ടായ ഒരാളെ കണ്ടാൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവസ്മാരത്തിൽ 90% അല്ലെങ്കിൽ ഒരു 80% തലച്ചോറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ അതതിൻ്റെ ഒരു സ്പെസിഫിക് കംപ്ലയിൻറ്റാണ്. പക്ഷേ ഈ ക്ഷീണം എന്ന് പറയുന്നത് ഒരു നോൺ സ്പെസിഫിക് ആണ്. നമുക്ക് ഇന്ന അവയവത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ക്ഷീണം എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്ഷീണം വരുന്ന ഒരാൾക്ക് വെറും ഇന്നൊരു ടെസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അത് വെച്ച് നോക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ഓക്കെ.